നമസ്കാരം. ഞാനിപ്പോൾ മീൻതുള്ളി റവന്യൂവിൻ്റെ ഭാഗമായ പുഴയിലാണുള്ളത്. പുഴയുടെ അടുത്താണുള്ളത്. ഈ പുഴയുടെ അടിയിലാണ് രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒഴുകിപ്പോയത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നമ്മളിപ്പോൾ കാണുകയും വളരെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചത്. പയ്യന്നൂർ MLA ഇന്നലെ മുതൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, കാണുന്നില്ല. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഇവരെ കാണാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ തിരുവനന്തപുരത്ത് വന്ന ഒരു കുടുംബം ഇവിടെ ഈ സർക്കാർ സംവിധാനങ്ങളെ കാത്തു കഴിയുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാണാതെ പോയി 48 മണിക്കൂർ പിന്നിടുമ്പോൾ തെരച്ചിൽ കാര്യക്ഷമമല്ല. അവർ കർണാടക ഫോറസ്റ്റിലേക്ക് ചിലപ്പോൾ നീന്തി കയറിയിട്ടുണ്ട്. അമ്പളിപ്പാലത്തിൽ വരെയും ഈ രാജേഷ് നീന്തി പോകുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ ഈ കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെ ഈ പുഴകൾ തപ്പാനോ അല്ലെങ്കിൽ ഈ പുഴയിലെ ഈ കർണാടക ഫോറസ്റ്റിൻ്റെ പ്രദേശങ്ങളിൽ തപ്പാനോ ഇതുവരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നാണ് രാജേഷിൻ്റെ ബന്ധുക്കൾ, അവിടുന്ന് വന്ന ജനപ്രതിനിധികൾ എല്ലാം പറയുന്നത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇത്രയും സമയമായിട്ടും ആ കുടുംബത്തിന് കാണാനോ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കാനോ ചെറുപുഴ പഞ്ചായത്ത് ശരിയായിട്ടില്ല. അത്യാവശ്യം ബന്ധപ്പെടുന്നത് ചെറുപുഴയിലെ പോലീസ് സംവിധാനങ്ങൾ മാത്രമാണ്. MLA കഴിഞ്ഞ 48 മണിക്കൂറായി ഈ കുടുംബം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. MLA കണ്ടിട്ടില്ല. ജില്ലാ കളക്ടർ ഇന്നലെ ഈ പ്രദേശത്ത് സന്ദർശിച്ചു. എന്നാൽ ജില്ലാ കളക്ടറും ഈ കുടുംബത്തെയോ ഇവരെ ആശ്വസിപ്പിക്കാനോ ഇവരോട് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് തിരുവനന്തപുരത്ത് വന്ന കുടുംബം പറയുന്നത്. ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെറുപുഴ പോലീസ് മാത്രമാണ് ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇവർക്ക് വേണ്ട താമസ സൗകര്യം ഒരുങ്ങിയോ അതൊന്നുമില്ല. ഇന്നലെ മുതൽ പയ്യന്നൂർ MLA ബന്ധപ്പെടാൻ ഇവർ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പുഴയിലെ തിരച്ചിൽ നടത്തുന്നത് ഈ രാജേഷിനൊപ്പരമുള്ള ഉണ്ടായിരുന്ന റാഫ്റ്റേഴ്സ് ടീം അംഗങ്ങൾ മാത്രമാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതുമാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഈ കർണാടക ഫോറസ്റ്റിലേക്ക് രാജേഷ് നീന്തി കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കർണാടകയിൽ തെരച്ചിൽ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ എത്തണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒന്നും ഇവർ എത്തുന്നില്ല എന്നതാണ്. അവർക്ക് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തിയെങ്കിലും കോഴി ഫാം ഉൾപ്പെടെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയ ജില്ലാ കളക്ടർ ഈ ഒരു മനുഷ്യൻ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ വെള്ളത്തിൽ പോയ ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ കാണാൻ ഇതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. അവരവരെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കേണ്ടതാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രദേശത്ത് ഒരാളുടെ ജീവൻ ഇത്ര പോയി തിരുവനന്തപുരത്ത് വന്ന കുടുംബത്തെ സന്ദർശിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് തിരുവനന്തപുരത്ത് വന്ന പഞ്ചായത്ത് മെമ്പർ, അവരുടെ നാട്ടുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാം പ്രതിഷേധമായി ഇന്നു മുതൽ രാവിലെ മുതലാണ് ഇന്നലെ വരെയും അവർ മിണ്ടാതിരുന്നവർ ഇന്നാണ് അവർ മാധ്യമങ്ങളെ സമീപിച്ചു തുടങ്ങിയത്. അവർ മാധ്യമങ്ങളുടെ ഒക്കെ മുന്നിലെത്തുകയാണ്. അവർ പറയുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങളെ ബന്ധപ്പെടുന്നത് ചെറുപുഴ പോലീസ് മാത്രമാണെന്നാണ്. ജില്ലാ കളക്ടർ ഇടപെടുന്നില്ല. അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡന്റിനെ അവർ പല പ്രാവശ്യം കാണാൻ പോയിട്ടും അവർ ഇതുവരെ കണ്ടിട്ടില്ല. അവർ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. അത്തരത്തിലാണ് നമ്മുടെ പയ്യന്നൂർ MLA ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഈ കുടുംബത്തിന് നീതി കിട്ടണം. അതുപോലെ ഇവിടെ രക്ഷിക്കാനും എത്തിയ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ രാജേഷെ കണ്ടെത്തണം. രാജേഷ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും കർണാടക ഫോറസ്റ്റിനകത്ത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. ബാക്കി ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവരെ കണ്ടെത്തി തെരച്ചിൽ കാര്യക്ഷമമല്ലേ? തിരച്ചിൽ കാര്യക്ഷമമായ ഒരു തിരച്ചിലാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് രാജേഷിൻ്റെ അഡ്വഞ്ചർ ടീംസിലുള്ള രാജേഷിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളുമായിട്ടുള്ള സഹപാഠികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ പോലീസിൻ്റെ ഒരു ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഒരു ടീമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പരാതി എന്ന് പറയുന്നത് രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ കഴിവും എഫിഷ്യൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. 2018 പ്രളയത്തിൽ തന്നെ ഒരുപാട് പേരെ രക്ഷിച്ച ഒരു വ്യക്തിയാണ് രാജേഷ്. അപ്പോൾ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളമൊന്നും രാജേഷിന് ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ പാലം കഴിഞ്ഞു 2.5 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലുമ്പോൾ അമ്പളിപ്പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ആ പാലത്തിൽ വെച്ച് രാജേഷ് ഇങ്ങനെ 2 കൈ ഉയർത്തി നീന്തി പോകുന്നതായിട്ട് കണ്ട 2 ആൻറ്റിമാരുണ്ട്. അപ്പോൾ ആ ആൻറ്റിമാർ പറയുന്നത് രാജേഷ് അപ്പോഴും നല്ല ആരോഗ്യവനായിട്ട് നീന്തി പോകുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞാൽ വരുന്ന മേഖല എന്ന് പറയുന്നൊരു വനമേഖലയാണ് വരുന്നത്. അപ്പോൾ ഈ വനമേഖലയിൽ രാജേഷിൻ്റെ ഈ എഫിഷ്യൻസിയും കഴിവും അനുസരിച്ച് രാജേഷ് ഏതെങ്കിലും ഒരു മരത്തിൽ പിടിച്ച് കയറാനുള്ള ഒരു 100% സാധ്യത കൂടുതലാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ന് 48 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാജേഷിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അവൻ ടയേർഡായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം മാത്രം വെച്ച് നമുക്ക് അവനെ ഈ കരയ്ക്ക് എത്തിക്കാനുള്ള ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അപ്പം കൂടുതൽ ഫോഴ്സും കാര്യങ്ങളും ഇറക്കി നമുക്ക് രാജേഷിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ഇടപെടണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് ട്രിവാൻഡ്രത്ത് നിന്നുള്ള നമ്മൾ ഒരുപാട് സർക്കാർ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ഫോൺ വിളിച്ചും മറ്റും ഇടപെട്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കണ്ണൂരെത്തിയതിനു ശേഷം നമുക്കതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് ഒരു സർക്കാർ സംവിധാനത്തിനൊരു ഇടപെടാൻ പറ്റുന്നില്ല. നമ്മുടെ MLA കോൺടാക്ട് ചെയ്യാൻ പറ്റി ഇതുവരെ കണ്ടുപിട്ടാൻ പറ്റിയിട്ടില്ല. MLA ഞാൻ വിചാരിക്കുന്നു നമ്മളൊക്കെ സ്വന്തം എൻ്റെ നാട്ടിൽ തന്നെ ഒരു പശു കിണറ്റിൽ വീണാൽ പറഞ്ഞാൽ പോലും നമ്മൾ തന്നെ ഓടിപ്പോയി നാട്ടുകാർ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ കണ്ണൂർ വന്നിട്ട് നമുക്ക് ഒരു അനുഭവമില്ല. ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു MLA ആരും ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്നുമുള്ള ഒരു
ഒരു സംയോജിതമായ ഇടപെടൽ ഇതുവരെ നടന്നിട്ടില്ല. അതിനി രണ്ട് നാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ പണ്ടമായിട്ട് കേട്ടിട്ടുള്ളത് കണ്ണൂരെന്ന് പറയുമ്പോൾ നാട്ടുകാർ ഭയങ്കര സ്നേഹിക്കുന്നത്, ഒരു ജീവനൊക്കെ വലിയ വില കൊടുക്കുന്ന ഒരു നാടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ പറയട്ടെ, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നോക്കി നമ്മൾ തിരുവനന്തപുരത്തുകാരത്തല്ലാതെ കണ്ണൂരുകാരായിട്ട് ഒരാളെ പോലും നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അവരെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പോയിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എടുത്തു പറയത്തുക 3 രാഷ്ട്രീയ പാർട്ടികൾ നമുക്കുണ്ട്. ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, BJP ഉണ്ട്. ഒരു പാർട്ടിക്കാരോ ഒരു പാർട്ടി മെമ്പറോ ഇതുവരെ വന്ന് ഈ നിമിഷങ്ങൾ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേപോലെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാരുണ്ട്, ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MLA ഉണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ വന്ന് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആകപ്പാടെ ഉള്ളത് രാജേഷിൻ്റെ അഡ്വഞ്ചർ ടീംസിലെ കുറേ പ്രമുഖരായ കുറേ കഴിവുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് നമ്മളെ സഹായിക്കാനുള്ളത്. പിന്നെ ചെറുപുഴ ക്രാഫ്റ്റ് ടീം, പിന്നെ പോലീസിൻ്റെ ഒരു ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അവർക്കും കാലാവസ്ഥയും പരിമിതികളുണ്ട്, നമ്മളവരെ കുറ്റം പറയുന്നില്ല. അവർ നല്ല രീതിയിൽ നമ്മൾ വന്ന സമയം മുതൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉയർന്ന സർക്കാർ വൃത്തങ്ങൾ ഇടപെട്ട് നമുക്കൊരു നല്ലൊരു ഫോഴ്സിനെ എന്തെങ്കിലും തന്ന് ഒന്ന് രാജേഷിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. രാജേഷ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് രാജേഷിൻ്റെ ബന്ധുക്കളും രാജേഷിൻ്റെ സഹപ്രവർത്തകരും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം സർക്കാർ ഇടപെട്ട് അതിലൊരു രാജേഷിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തണമെന്നാണ് പറയാനുള്ളത്. കർണാടക ഫോറസ്റ്റുമായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയം. പക്ഷേ കർണാടക ഫോറസ്റ്റിലോട്ട് കയറുന്നതിന് കുറേ നിയമ നടപടികളുണ്ടല്ലോ. അപ്പോൾ കർണാടക സർക്കാരുമായിട്ട് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് അതിനോട്ട് കയറാനും പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനമോ നടപടികളോ നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിനിവിടെ നമ്മുടെ സർക്കാർ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് ഇടപെട്ടാൽ മാത്രമേ രാജേഷിനി ആ മേഖലയിലാണോ കേരള മേഖലയിലാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായെന്നാൽ ഈ രണ്ട് സർക്കാരുകളോട് ചേർന്നുകൊണ്ട് നമുക്കൊരു രാജേഷിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തണമെന്നാണ് പറയാനുള്ളത്. ഇന്നലെ MLA ഒന്നും വന്നിട്ട് കണ്ടിട്ടേ ഇല്ല, ജനപ്രതിനിധി ഇല്ല, ആരും വന്നിട്ടില്ല. ബന്ധപ്പെട്ടിട്ടില്ല. നമ്മൾ ബന്ധപ്പെടാനൊക്കെ നോക്കി, നമ്പർ കിട്ടിയില്ല. ഗൂഗിളിൽ നിന്ന് ഒരു നമ്പറൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്, എല്ലാം നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ഇവിടുത്തെ വാർഡ് മെമ്പറെ കോൺടാക്ട് ചെയ്തു, മെമ്പർ ഫോൺ എടുത്തു. അപ്പം മെമ്പറും വെള്ളത്തിൽ ചില വിഷയങ്ങളൊക്കെ, വെള്ളപ്പൊക്കം വേണ്ടി ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി, മെമ്പറെ വീട്ടിലും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. മെമ്പർ എന്നാലും തിരിച്ച് നമ്മൾ ഒരിക്കൽ കോൺടാക്ട് ചെയ്തു. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സർക്കാർ സംവിധാനങ്ങളും നമ്മളെ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ തെരച്ചിൽ രാവിലെ പോലീസ് ഫയർഫോഴ്സ് വന്നോ? പോലീസിൻ്റെ ഒരു ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഒരു ടീമുണ്ട്. കൂടുതലും ഉള്ളത് രാജേഷിൻ്റെ അഡ്വഞ്ചേഴ്സ് ടീമിലുള്ള ഒരു 19ഓളം, ചെറുപുഴ ഈ റിവർ റാഫ്റ്റിംഗ് ടീമാണ് ഉള്ളത്. അതാണ് ഒരു 19 പേര് ഉള്ളത്. നിലവിൽ അല്ലാതെ ഒരു സർക്കാരിൻ്റെ വലിയ സംവിധാനമൊന്നും രാജേഷിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ മേഖലയിലെ സർക്കാർ സംവിധാനം പൂർണ്ണ പരാജയമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് നിങ്ങളോട് സഹകരിക്കുന്നില്ല ആരും. അതായത് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല രാജേഷ് കുടുംബത്തെ? രാജേഷ് സർക്കാർ സംവിധാനം ബന്ധപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രാജേഷിൻ്റെ അഡ്വഞ്ചേഴ്സ് ടീം നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ടോ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധികാരികൾ വിളിച്ച് നിങ്ങൾ സേഫ് ആണോ, താമസ സ്ഥലം ഓക്കെ ആണോ, ഫുഡ് ഓക്കെ ആണോ എന്നുള്ള അങ്ങനെ കാര്യങ്ങൾ പോലീസ് അധികാരികൾ മേലിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ട്. അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചെറുപുഴ സ്റ്റേഷനിൽ നിന്ന് അവർ നല്ല രീതിയിൽ എന്നെയും മെമ്പറേയും വിളിച്ച് നല്ല രീതിയിൽ അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, അവരാരെയും നമുക്ക് അറിഞ്ഞും കൂടാ. നമ്മളിതുവരെ കോൺടാക്ട് ചെയ്തിട്ട് ആരെയും കിട്ടുന്നില്ല. ആകെപ്പാടെ കിട്ടിയ ഒരു മെമ്പറെ നമ്പറാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളും ഒരു ഗ്രാമീണ പ്രസിഡന്റ് കല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലുള്ളതാണ്. എന്തെങ്കിലും ഒരു വിഷയം നടന്ന പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാ പാർട്ടിയിലെ മെമ്പർമാരും ഓടിക്കൂടുന്നവർ. ഈ കണ്ണൂർ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന ഒരു ജില്ലയിൽ വന്നിട്ട് നമുക്ക് വളരെ ദയനീയമായൊരവസ്ഥയാണ്. സർക്കാർ സംവിധാനമായിരുന്നാലും പാർട്ടി സംവിധാനങ്ങളായിരുന്നാലും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് TV വിയിലൊക്കെ കാണുന്നില്ല, ഇന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്, BJP-ക്കാർ മത്സരിക്കുന്നു അവിടെ ജനങ്ങളെ രക്ഷിക്കാൻ. ഇവിടെ ഞാൻ ഇന്നൊരു ഒരു പാർട്ടി സംവിധാനം, ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി സംവിധാനമാകട്ടെ, രാഷ്ട്രീയ സംവിധാനമാകട്ടെ, സർക്കാർ സംവിധാനമാകട്ടെ, എല്ലാം നമ്മുടെ ഈ രാജേഷിൻ്റെ കേസിൽ അമ്പാടെ പരാജയമാണ്. രാജേഷിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനവും രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളും മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ബിനിൽ. രാജേഷിൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡ് അനിയനാണ്. അപ്പോൾ രാജേഷിൻ്റെ സഹോദരി വല്ലൊരു അവസ്ഥയിലായതുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ വന്നിട്ടില്ല, വീട്ടിലാണ്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.